പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. സീതാദേവിയെ കണ്ടെത്തി ഉദാത്തമായ സന്ദേശം കൈമാറി തിരിച്ചു വന്നു ഹനുമാൻ. ഈ കാര്യം സുഗ്രീവനെ അറിയിക്കണം. അതിന് വാനരസേന ആദ്യം ചെയ്തത്, മറ്റൊരാൾക്കും പ്രവേശനമില്ലാത്ത സുഗ്രീവന്റെ ഉദ്യാനത്തിൽ അവർ കയറി അവിടെയുള്ള പഴങ്ങളും തേനീച്ചക്കൂടുമെല്ലാം തേനൊക്കെ അവർ തന്നെ കഴിക്കാൻ തുടങ്ങി. അവിടെ കാവൽ നിന്ന ഭടൻ ഓടിച്ചെന്ന് പറയുകയാണ് സുഗ്രീവനോട്, ഹനുമാനും കൂട്ടരും അങ്ങയുടെ ഉദ്യാനം കയ്യേറിയെന്ന്. സുഗ്രീവൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. ഹനുമാൻ അങ്ങനെ കയ്യേറണമെങ്കിൽ തൻ്റെ ആജ്ഞ ഹനുമാൻ നിറവേറ്റിയിരിക്കുന്നു, അതായത് സീതയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന കാര്യം സുഗ്രീവന് ബോധ്യപ്പെട്ടു. താമസിയാതെ രാമന്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് ഹനുമാൻ സന്ദേശം കൈമാറുന്നു. സീതാദേവി എവിടെയുണ്ട് എന്നും ദേവിയുടെ അവസ്ഥ എന്താണ് എന്നും കൃത്യമായിട്ട് രാമനും ലക്ഷ്മണനും സുഗ്രീവനും എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. തുടർന്ന് യുദ്ധകാന്ഡം, 6ാമത്തെ കാണ്ഡമായ യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. അതിഭയങ്കരമായ യുദ്ധം നടക്കുന്നു. ലക്ഷോപലക്ഷം ആളുകൾ, രാക്ഷസന്മാർ കൊല്ലപ്പെടുന്നു. ശ്രീരാമൻ വിഗ്രഹവാൻ ധർമ്മയാണ്, ധർമ്മത്തിന്റെ പ്രതീകമാണ് രാമൻ. പക്ഷെ രാമൻ കൊന്നു തള്ളിയത് ലക്ഷക്കണക്കിന് ആളുകളെയാണ്. രാമന്റെ ആദ്യത്തെ കൊലപാതകം തന്നെ ഒരു സ്ത്രീയെയാണ്, താടകയെ. അപ്പൊ രാമൻ 13ാമത്തെ വയസ്സിൽ തുടങ്ങുന്നുണ്ട് അധർമ്മികളെ കൊല്ലുവാൻ. രാവണനെ കൊന്നുകൊണ്ട് അത് വലിയ കൊലപാതക പരമ്പര അവസാനിപ്പിച്ചു. പിന്നീട് രാജാവായതിനു ശേഷവും നിരവധി ആളുകളെ, അധർമ്മികളെ രാമൻ കൊല്ലുന്നുണ്ട്. ഇത്രയൊക്കെ ആളുകളെ കൊന്നിട്ടും രാമനെ ധർമ്മത്തിന്റെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? മഹാഭാരതമാണെങ്കിൽ അതിലും വലിയ യുദ്ധമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. 11 അക്ഷൗണിപ്പട കൗരവപക്ഷത്തും 7 അക്ഷൗണിപ്പട പാണ്ഡവപക്ഷത്തും ഏകദേശം 44 ലക്ഷം ആളുകൾ തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ ഒട്ടുമിക്ക ആളും കൊല്ലപ്പെട്ടു. അപ്പൊ ഹിന്ദുവിന്റെ രാമായണം, ഹിന്ദുവിന്റെ മഹാഭാരതമെല്ലാം ചോരപ്പുഴയുടെ കഥയാണ് പറയുന്നത് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. രാമന് യുദ്ധം ഒഴിവാക്കാമായിരുന്നില്ലേ, കൃഷ്ണന് യുദ്ധം ഒഴിവാക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇവിടെ യുദ്ധം എല്ലാ കാലഘട്ടത്തിലും ആവശ്യമായി വരുന്നു. രാമന്റെ കാലഘട്ടത്തിൽ അധർമ്മം ഭാരതത്തിൽ കാര്യമായി ഉണ്ടായിരുന്നില്ല. അധർമ്മികളെല്ലാം തന്നെ ലങ്കയിലായിരുന്നു. രാവണനും കുംഭകർണനും ശൂർപ്പണകയും മാരീചനും എല്ലാം ലങ്കയിൽ നിന്ന് ഭാരതത്തിലേക്ക് വന്ന് അധർമ്മം ഉണ്ടാക്കിയവരാ. സീതയെ തട്ടിക്കൊണ്ടുപോയ ആ വിഷയത്തിൽ ഒരാൾ പോലും ഭാരതത്തിൽ ജനിച്ച് ജീവിച്ചവനായിരുന്നില്ല. മാരീചനും രാവണനും എല്ലാം തന്നെ വന്നത് ലങ്കയിൽ നിന്നായിരുന്നു. അപ്പൊ ലങ്കയിൽ അധർമ്മം ഉണ്ടായപ്പോൾ ആ അധർമ്മത്തിന്റെ കാരണമായിട്ട് സീതയെ തട്ടിക്കൊണ്ടുപോകൽ നടന്നപ്പോൾ ഈ അധർമ്മത്തെ നിഗ്രഹിക്കുവാൻ രാമന് ബാധ്യതയുണ്ടായിരുന്നു. ഓരോരോ കാലഘട്ടത്തിൽ ഓരോ ദൗത്യം ചെയ്യുവാൻ വേണ്ടി ചില ജന്മങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 100 വർഷം മുമ്പ് വിവേകാനന്ദ സ്വാമികൾക്കും ശ്രീനാരായണ ഗുരുദേവനും ചില ധർമ്മങ്ങളും ദൗത്യങ്ങളും ഉണ്ടായിരുന്നു. 1000 വർഷം മുമ്പ് ശങ്കരാചാര്യ സ്വാമികൾക്ക് ചില ദൗത്യം ഉണ്ടായിരുന്നു. 3000 വർഷം മുമ്പ് ശ്രീ ബുദ്ധന് ചില ദൗത്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലെ ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദൗത്യമായിരുന്നു ധർമ്മ സംരക്ഷണത്തിന് അധർമ്മികളെ ഇല്ലാതാക്കുക എന്നുള്ളത്. അധർമ്മികളെ ഇല്ലാതാക്കുന്നത് ലോകത്തിന് എന്നും സന്തോഷം നൽകുന്നതാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം 4 ചെറുപ്പക്കാരെ നമ്മുടെ ഭാരതം തൂക്കിക്കൊന്നു, നിർഭയ കേസിൽ. ആരെങ്കിലും സങ്കടപ്പെട്ടോ? അവർക്ക് പശ്ചാത്താപമുണ്ട്, അവരെ വെറുതെ വിടണം എന്ന് ഭാരതത്തിൽ കാര്യമായിട്ട് ആരും പറഞ്ഞിട്ടില്ല, അത്യാവശ്യം ചില വ്യക്തികൾ ഒഴിച്ചു നിർത്തിയാൽ. എന്തുകൊണ്ടാണ് ചില മരണങ്ങളിൽ നമ്മൾ സന്തോഷിക്കുന്നത്? കാരണം അവർ അധർമ്മികളാണ്. ഒരിക്കലും ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യൻ ചെയ്യുവാൻ പാടില്ലാത്ത അത്രയും വലിയ ക്രൂരതയാണ്
ആ പെൺകുട്ടിയോട് അവർ കാണിച്ചത്. അവർ മരണം അർഹിക്കുന്നു. ഇത് കോടതി കണ്ടെത്തി, രാഷ്ട്രപതിയും കണ്ടെത്തി. എല്ലാ കോടതികളും അവരുടെ ദയാഹർജിയെ മടക്കി. രക്ഷപ്പെടുവാനുള്ള സകല പഴുതുകളും അടച്ചു. അവസാനം അവരെ ഒരുമിച്ച് തൂക്കുകയറിൽ മരണം വരെ തൂക്കിക്കൊന്നു. നോക്കൂ, ഈ കാലഘട്ടത്തിലും യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ അധർമ്മികൾ കൊല്ലപ്പെടുമ്പോൾ നാം ദുഃഖിക്കുന്നില്ല. കാരണം അധർമ്മികൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ നാടിന്, സമാജത്തിന്, ലോകത്തിന് ഭയാനകമായ അവസ്ഥയുണ്ടാവും. ഭീകരന്മാർ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അവർ ഭീകരപ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കും. അത് ലോകത്തിൻ്റെ അശാന്തിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. അവിടെയാണ് ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ ആയുധം കയ്യിലെടുത്തു. എന്തിനെതിരെ? രാവണനെതിരെ, കുംഭകർണനെതിരെ, ശൂർപ്പണയ്ക്കെതിരെ, ഖരനെതിരെ, മാരീശനെതിരെ. ഒരു നിരപരാധിയെ പോലും കൊന്നിട്ടില്ല, ഒരു നിസ്സഹായനെ പോലും കൊന്നിട്ടില്ല. രാമന്റെ ഭാര്യയെ വിമർശിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, വിമർശിച്ചവനെ കൊന്നിട്ടില്ല. അവിടെയെല്ലാം ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു നിന്ന ശ്രീരാമചന്ദ്രൻ, ആ രാമൻ നമ്മുടെ ധർമ്മത്തിന്റെ പ്രതീകമാണ്. ആ രാമൻ യുദ്ധകാണ്ഡത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ ചരിത്രവും അതിൻ്റെ തത്വവും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സംവദിക്കാം. ജയ് ശ്രീരാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.